അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാലിൽ നീര് വരുന്നതിനെ കുറിച്ചാണ്. ഈ കാലിൽ നീര് വന്നു തുടങ്ങുമ്പോൾ പല ആളുകൾക്കും ചെറുതായിട്ട് പേടിയൊക്കെ വരും. നമ്മൾ കേട്ടിട്ടുണ്ടാവും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോഴാണ് കാലിന് നീര് വരിക, അപ്പോൾ ഇതിൻ്റെ കിഡ്നി അടിച്ചു പോയോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ അങ്ങനെ നമ്മൾ പേടിക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ ഈ കാലിൻ്റെ നീരിനെ നിസ്സാരമാക്കാനും പാടില്ല. വലിയ വലിയ അസുഖങ്ങളിലൊക്കെ ഈ നീര് വരാറുണ്ട്. എന്നാൽ വളരെ കോമൺ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ തന്നെ പോക്കിക്കളയാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഡേഞ്ചർ ആയിട്ടുള്ള നീര്, അതേപോലെ ഡേഞ്ചർ അല്ലാത്ത നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന നീര്, ഇതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളുടെ ഇപ്പോൾ കാലിലുള്ള നീര് എന്തുകൊണ്ടുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള വഴികളും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങളുടെ നീര് ഇതുകൊണ്ടാണോ വന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ആ നീരിൻ്റെ പ്രത്യേകത സ്റ്റാസിസ് എഡിമ എന്നാണ് ഇതിനെ പറയാം. അതായത് രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാലിൽ ഫുള്ള് നീര് പോയിട്ടുണ്ടാവും. കുറച്ചങ്ങനെ നടന്ന് അതല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ, കുറേ നേരം നിന്നൊക്കെ നടന്നൊക്കെ കഴിയുമ്പോൾ കാലിന് ഇങ്ങനെ നീര് കയറി വന്ന് വൈകുന്നേരം ആകുമ്പോൾ നല്ല ചീർത്ത് വരിക. ഇതാണ് സ്റ്റാസിസ് എഡിമ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമല്ല, പക്ഷെ നമ്മൾ കുറേ കാലം കൊണ്ട് നടക്കുമ്പോൾ വെരിക്കോസ് കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. വെരിക്കോസൊക്കെ വന്ന് അത് പിന്നെ പ്രശ്നങ്ങളാവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഇവിടെയാണുള്ളത്. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യും, കാലിലേക്കൊക്കെ പമ്പ് ചെയ്യും. പക്ഷെ കാലിലേക്ക് പോയ ആ ബ്ലഡ് മുകളിലേക്ക് വരാൻ കാലിൽ വേറൊരു പമ്പിങ് സിസ്റ്റം ഇല്ല. ഹാർട്ട് പോലെ ഒരു പമ്പിങ് സിസ്റ്റം ഇല്ല. ഏത് മാത്രമുള്ളതെന്ന് അറിയോ? നമ്മളെ കാലിൻ്റെ മസിലുകളാണ്. ഈ മസിലുകൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറിലാണ് പിന്നെ മുകളിലേക്ക് ബ്ലഡ് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലിൽ പ്രഷർ പമ്പ് ചെയ്യാനുള്ള പ്രഷർ കിട്ടൂല. അപ്പോൾ അവിടെ ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടന്ന് അത് നീരായിട്ട് മാറും. ഇതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ സ്റ്റാസിസ് എഡിമ എന്ന് പറയും. നമ്മൾ എന്താ അതിൽ ചെയ്യേണ്ടത്? അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടത്, ഇരിക്കുന്ന ആളുകൾ ഈ കാണുന്നത് പോലെ കാലിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ കാലിങ്ങനെ എന്ത് ചെയ്യുക? കറക്കുക. ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാലിൻ്റെ നെരിയാണിക്ക് താഴെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ആ കാഫ് മസിൽ ഉണ്ടല്ലോ, നമ്മുടെ തണങ്കാല്, ആ കാലിൻ്റെ മസിൽ ഇങ്ങനെ കൺട്രാക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ബ്ലഡ് അവിടെ കെട്ടി നിൽക്കൂല, മേലേക്ക് ഇങ്ങനെ കയറി വരും. പിന്നെ ഇതിന് ചെയ്യേണ്ടത് ദിവസം ഒരു 10-20 തവണ എല്ലാവരും ചെയ്യുന്നത് ശീലമാക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഈ കാണുന്നത് പോലെ ഒരു സ്റ്റെപ്പിൻ്റെ മുന്നിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളെ ടോസ് അഥവാ കാലിൻ്റെ വലിയ വിരലുകളുണ്ടല്ലോ, അതിന്മേൽ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ പൊങ്ങുക. അതല്ലെങ്കിൽ മതിലിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കാലെന്ത് ചെയ്യുക? ഇങ്ങനെ പൊങ്ങുക. മേലേക്ക് ഇങ്ങനെ നമ്മൾ ഏന്തുക എന്നൊക്കെ പറയും മലപ്പുറത്ത്. ഇങ്ങനെ എന്ത് ചെയ്യുക? കാലിൻ്റെ ഹീൽ ഇങ്ങനെ മുകളിലേക്ക് പൊന്തുന്ന രീതിയിൽ ഇങ്ങനെ പൊങ്ങുക കേട്ടോ. ഇത് നല്ല എക്സസൈസാണ്. ഇത് രാവിലെ ഒരു 20 പ്രാവശ്യം, വൈകുന്നേരം ഒരു 20 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ നല്ല മാറ്റത്തിന് വരും. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട്. പിന്നെ നമുക്ക് സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. കാലിലേക്ക് നല്ല ടൈറ്റായിട്ട് വരുന്ന സോക്സുകൾ, ഇതേപോലെ ഈ കാണുന്നത് പോലെയുള്ള സോക്സുകൾ യൂസ് ചെയ്യുക. പകൽ മാത്രം. രാത്രി കിടക്കുമ്പോൾ അത്ര നല്ലതല്ല കേട്ടോ, ഇട്ടിട്ട് കിടക്കൊന്നും വേണ്ട. കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാലൊന്ന് ഉയർത്തി, കാലിൻ്റെ ഭാഗത്ത് ഒരു തലയണ വെച്ച് കൊടുക്കുക, കാലിങ്ങനെ ഉയർത്തി വെക്കുക. ഇത്രയും ചെയ്താൽ തന്നെ ഈ ഒരു സാധനം കൊണ്ട് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് അധികം ആളുടെയും പ്രശ്നം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് 2 കാലിലേക്കും വരിക. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ നീരുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉറപ്പിക്കാനായിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് കാര്യമായിട്ട് എടുക്കണം, അത് സീരിയസ് ആയി നോക്കണം. അതിൽ നമുക്ക് പറയാനുള്ളത് ബൈലാറ്ററലും യൂണിലാറ്ററലും, അതായത് ഒരു കാലിന് മാത്രം നീര് വരുന്ന കേസുകളുണ്ട്, 2 കാലിന് നീര് വരുന്ന പ്രശ്നമുണ്ട്. ഒരു കാലിന് നീര് വരിക എന്ന് പറയുമ്പോൾ നമ്മളെവിടെയും വെച്ച് കുത്തിയിട്ടൊക്കെ വരും, കാല് ഉളുക്കി പോകുക എന്ന് പറയും. സ്പ്രെയിന് വന്നിട്ട് കാലിൽ നീര് വരാം. അപ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ തന്നെത്താനെ വരുന്ന കാലിൽ നീര് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാലിൽ മാത്രം നീര് വരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരെ ഇരുന്നു. ഉദാഹരണത്തിന് ഫ്ലൈറ്റിന് വരികയാണ്, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ഒരേ ഇരുത്തായിരിക്കും. അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാർ ദൂരെ യാത്ര പോകുന്ന സമയത്തൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ട് ഭയങ്കര വേദനയോടുകൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് കാല് വീർക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയാണ്. DVT എന്ന് പറയും, ഡിജിറ്റൽ വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൻ്റെ രക്തക്കുഴലുകൾ ബ്ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണത്. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യാം? രക്തത്തിൻ്റെ ആ ക്ലോട്ട് നേരെ പോവുക നമ്മുടെ ലങ്സിലേക്ക് വന്നിട്ട് അത് ബ്ലോക്കായി പൾമണറി എഡിമയൊക്കെ വന്ന് നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കണ്ടീഷനാണ്, മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു കാലിൽ നീര് വരുന്ന അവസ്ഥ കേട്ടോ. ഒരു കാലിൽ നീര് വരുമ്പോൾ വേദനയോട് കൂടെ അവങ്ങനെ തൊടുമ്പോൾ നല്ല ചൂടുണ്ടാവും.
അങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അത് മാത്രമേ ഏകദേശം ഒരു കാലിൽ വരുന്നത് ഡേഞ്ചർ എന്ന് പറയാനുള്ളൂ. എന്നാൽ 2 കാലിലും വരുന്ന കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു 4-5 കണ്ടീഷനിലാണ് 2 കാലിലും നീര് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാസിസ് എഡിമ, ഒരുപാട് പേര് നിൽക്കുമ്പോൾ 2 കാലിലും വരാം, അത് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളതാണ് നമ്മൾക്ക് കിഡ്നി രോഗങ്ങളിൽ വരും, ലിവർ പ്രശ്നങ്ങളിൽ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളിൽ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ഈ 2 കാലിൽ നീര് വരും. ഇത് നിങ്ങൾക്കുള്ള നീര് ഇതിന് ഏതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. കിഡ്നീൻ്റെ പ്രശ്നം കൊണ്ടാണ് നീര് വന്നെങ്കിൽ ഈ ലക്ഷണങ്ങളും കൂടെ ഉണ്ടാവും. മൂത്രത്തിൽ പത ഉണ്ടാവും, നന്നായിട്ട് പത പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം പത അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലാണ് അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. അതല്ല ചെറിയ രീതിയിലുള്ള പതൊക്കെ എപ്പോഴും നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ രാവിലത്തെ മൂത്രത്തിനൊക്കെ പ്രത്യേകിച്ച് പത അവിടെ ഉണ്ടാവും. പിന്നെ പത നമ്മൾ ഫ്ലഷ് അടിച്ചിട്ടും പോകുന്നില്ല എന്നുള്ള അവസ്ഥ അതുപോലെ എപ്പോഴും ഉണ്ട്. ഒരു 2-3 ആഴ്ചയൊക്കെ ഇതേപോലെ നിൽക്കുന്നുണ്ട്. വല്ലപ്പോഴും ഇതേപോലെ വരുന്ന പതയല്ല, 2-3 ആഴ്ചയൊക്കെ ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനത്തെ പതയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ മൂത്രത്തിൽ പതയുണ്ട്, കണ്ണിൻ്റെ ഈ താഴെയൊക്കെ നീര് കൂട്ടത്തിൽ വരുന്നുണ്ട്, അതുപോലെ പുറത്ത് 2 സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള വേദനയുണ്ട്, ശരീരം മെലിയുന്നുണ്ട്, ഭയങ്കര ക്ഷീണമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളോട് കൂടെ നിങ്ങൾക്ക് കാലിൽ നീര് വരുന്നുണ്ടെങ്കിൽ, അതിങ്ങനെ നിൽക്കുമ്പോൾ കുഴിയായി പോകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു ടെസ്റ്റ് UACR എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുമ്പോഴാണ് ഇതേപോലെ നീര് വരുന്നത് കേട്ടോ. കിഡ്നീൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ അതാണ് കിഡ്നീൻ്റെ ഫെയിലിയർ, കിഡ്നിക്ക് പ്രശ്നം വരുമ്പോൾ. ഇനി രണ്ടാമത്തത് ലിവറിൻ്റെ പ്രശ്നം വരുമ്പോഴാണ്. ലിവറിൻ്റെ പ്രശ്നം വരുമ്പോൾ ഇതേപോലെ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ലിവറാണ്. അപ്പോൾ ഈ ലിവറിന് പ്രശ്നം വരുമ്പോൾ ഈ ആൽബുമിൻ്റെ അളവ് നന്നായിട്ട് ബോഡിയിൽ കുറയും, അതേപോലെ സോഡിയം പൊട്ടാസ്യം ബാലൻസുകളൊക്കെ പോകും. അപ്പോൾ നമുക്ക് നീര് വരും. അപ്പോൾ അതിനെങ്ങനെ മനസ്സിലാക്കുക? ലിവറിൻ്റെ പ്രശ്നമാകുമ്പോൾ നമുക്കറിയാം കണ്ണിൽ മഞ്ഞ വരാം, കുറച്ച് നന്നായിട്ട് ലിവർ ഡാമേജ് വരുമ്പോൾ വയറിൻ്റെ അകത്ത് നീര് കെട്ടിയിട്ട് വയറ് നിർത്തി വരാം, വയറിൻ്റെ മുകളിലേക്ക് ഇടതുവശത്തേക്ക് ഇങ്ങോട്ട് മാറിയിട്ട് മുകളിലേക്കായിട്ട് ഇവിടെ വേദന, ഒരു പൊറുതിയേട് വേദന ഒക്കെ ഉണ്ടാവുക. മുമ്പ് ഫാറ്റി ലിവർ നന്നായിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനത്തെ ആളുകൾ നമ്മൾ വെറുതെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുകയാണ്. അങ്ങനത്തെ ആളുകൾ, ഭയങ്കര പൊണ്ണത്തടിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഈ രീതിയിൽ വരികയാണെങ്കിൽ നമ്മളത് USG എടുക്കണം, സ്കാനിങ് എടുക്കണം, ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ പറയുന്ന രീതിയിലൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മളത് കണ്ടെത്തണം. അതാണ് ലിവർ ഫെയിലിയറിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിലുള്ള SGBT അതേപോലെ ബിലിറൂബിൻ ഒക്കെ അളവൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ലിവറിന് ഫെയിലിയറും കാര്യങ്ങളൊക്കെ കണ്ടെത്താം. അടുത്തതാണ് ഹാർട്ട് ഫെയിലിയർ. നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിക്കും നടക്കാതിരിക്കുമ്പോൾ, കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡുകൾ ഹൃദയം ശരിക്കും പമ്പ് ചെയ്യാതിരിക്കുമ്പോൾ ആ ബ്ലഡ് കെട്ടിക്കിടക്കുകയും അതിൻ്റെ ബാക്ക് പ്രഷർ അടിച്ചിട്ട് കാലിൽ നീര് വരും. അത് നീര് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട, കയറ്റം കയറാൻ പറ്റില്ല, ഭയങ്കര കിതപ്പുണ്ട്, ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്ക് ഭയങ്കര കിതപ്പ് വരുന്നുണ്ട്, രാത്രി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കൂടുന്ന ചുമയുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം. ഈ കിതപ്പും കാര്യങ്ങളോട് കൂടെയാണ് കാലിൽ നീര് വരുന്നതെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക. നമ്മളതിന് എക്കോ ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണ് ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനമായിട്ട് തൈറോയിഡ് ഉള്ളവർക്കും ഇതേപോലെ വരും. അപ്പോൾ ഇങ്ങനെ തൈറോയിഡിൽ സംഭവിക്കുന്നത് അതിൻ്റെ നീര് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. മിക്സ് എഡിമ എന്ന് പറഞ്ഞു, അതിങ്ങനെ പിറ്റിങ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നെക്കി നോക്കിയ ഇങ്ങനെ നെക്കി പിടിക്കുക, ഒരു 5 സെക്കൻഡ് നെക്കി പിടിക്കുക, എന്നിട്ട് ഒന്ന് വിടുക. അപ്പോൾ കുഴിയാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ ഉണ്ടാവുക. ഈ ലിവറിൻ്റെ പ്രശ്നം, കിഡ്നിൻ്റെ പ്രശ്നം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ കുഴി ഉണ്ടാവും. എന്നാൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന നീരിന് കുഴി ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. നമ്മൾ നെക്കി വിട്ടാൽ അതേപോലെ തിരിച്ചങ്ങാണ്ട് വരും. അതാണ് മിക്സ് എഡിമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ആൾക്ക് വേറെ എന്തൊക്കെ ഉണ്ടാവുക? തടി കൂടും, കുറച്ച് തിന്നുമ്പോഴേക്ക് തടി കൂടുക, ഭയങ്കര ക്ഷീണം, മുടി കൊഴിച്ചിൽ, വയറ്റിന്ന് പോകാൻ നന്നായിട്ട് ബുദ്ധിമുട്ട്, അതുപോലെ മൂഡ് സ്വിങ്സ്, ദേഷ്യം, സങ്കടം, വെറുതെ ദേഷ്യം വരിക, സങ്കടം വന്നതിന് ശേഷം എന്തിനാ എനിക്ക് സങ്കടം വരുന്നതെന്ന് ആലോചിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിൽ ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ കണ്ടീഷനെ കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോക്സ് ഇട്ടുകൊണ്ടോ അതല്ല കാല് കയറ്റി വെച്ചുകൊണ്ടോ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടോ ഒന്നും എന്ത് ചെയ്യില്ല, കാര്യം കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടത് ആ കാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സ ചെയ്യുമ്പോൾ മാത്രമേ
ഇത് മാറുള്ളൂ കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ടത്, നിങ്ങൾ പ്രഷറിന് ഗുളിക കുടിച്ച് തുടങ്ങിയ ആളാണെങ്കിൽ ആ പ്രഷറിൻ്റെ ഗുളിക കൊണ്ട് ചിലപ്പം ഇത് വരാറുണ്ട്. ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കുടിച്ച് തുടങ്ങുകയാണ്, അപ്പോൾ 2 ദിവസം കുടിച്ചപ്പോഴേക്ക് കാലിൽ നീര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ മരുന്ന് കൊണ്ട് തന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാം, ഡോക്ടറെ എനിക്കിത് കഴിച്ചപ്പോൾ ഇങ്ങനെ കാലിൽ നീര് വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ അമ്ലോഡിപ്പിനൊക്കെ ആണെങ്കിൽ അതിന് അങ്ങനെ നീര് വരും, അപ്പോൾ ഡോക്ടർ ആ മെഡിസിൻ ചേഞ്ച് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ നമുക്ക് ആ നീര് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ അടുത്തേക്ക് വരലുണ്ട്, കാലിൽ പെട്ടെന്ന് നീര് വരുന്ന മെസ്സേജ് കഴിക്കാറുണ്ട്. ഞാൻ ചോദിക്കും നിങ്ങൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ അമ്ലോഡിപ്പിനാണെങ്കിൽ ആ മെഡിസിൻ മാറ്റുമ്പോൾ ആ നീര് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എക്സസൈസ് ഒക്കെ മറക്കണ്ട. ആ എക്സസൈസ് ഇനി ഒരു പ്രശ്നമില്ലാത്തവർക്കും ചെയ്യണം കേട്ടോ. ഞാനടക്കം വരുന്ന ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ വെരിക്കോസ് വെയിൻ വരുന്നത് തടയാൻ പറ്റും, ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ തടയാൻ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കാണുക, ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വീഡിയോസൊക്കെ ഇനി മിസ്സാകാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോളും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ടും കൊണ്ട് ക്ലിനിക്കിലേക്ക് വരാൻ അടുത്തുള്ള ആളുകൾക്ക് പൂക്കോട്ടൂർ മലപ്പുറത്താണ് നമ്മൾ ക്ലിനിക്ക് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ. പക്ഷെ നമുക്ക് കഴിയില്ല, അത്രയും മെസ്സേജസ് വരുമ്പോൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ആ റിസൾട്ട് കൊണ്ട് ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തോളൂ, ഒരു സമയം ബുക്കിംഗ് എടുത്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ.